ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വിദ്യാർത്ഥികള് അത്രയും നമ്മുടെ ചേട്ടന്മാരൊക്കെ ആ ടീച്ചർ അതേ ബഹുമാനം അതേ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു, നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. അത് മാത്രമായിട്ട് അമ്മയെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടോ? അമ്മ ഭയങ്കര സൗന്ദര്യമായിരുന്നു. നമസ്കാരം. 122 വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ ഇത്. മറ്റങ്ങുമല്ല, ഇത് ആറ്റിങ്ങൽ വഞ്ചിയൂർ ഉള്ള ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഇവിടെ ഇപ്പോൾ ഒരു ശ്രുതിമധുരം, അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഘം നടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷം കൂട്ടിമുട്ടുകയാണ്, കാണുകയാണ്, വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആ ഒരു മനോഹരമായ ദൃശ്യത്തിന് വിസ്മയാചാരം സാക്ഷിയാവുകയാണ്. ഇപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ നമ്മൾ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ, എത്ര വർഷത്തിന് ശേഷം നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ 122 വർഷം പഴക്കമുള്ള വഞ്ചിയൂർ എന്ന നമ്മുടെ ഹൃദയ വിദ്യാലയം 2025 ഇന്ന് മെയ് 1 സ്മൃതിമന്ദിരം എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും പൂർവ്വ അധ്യാപകരുടെയും മറ്റ് PTA-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഒരു സന്തോഷം പങ്കിടുന്ന ഒരു ദിനമാണിത്. വർഷങ്ങൾക്ക് ശേഷം 1974 പഠിച്ചിറങ്ങിയ ഞാൻ 81 SSLC മാറുമ്പോഴത്തേക്ക് ശേഷം നമ്മളെ കൂടെ പഠിച്ച നല്ല സുഹൃത്തുക്കളെ, നല്ല പങ്കാളികളെ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു കേട്ടോ, ഇന്ന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അത് ആരാ പറഞ്ഞത്? നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായി ഇപ്പൊ നമ്മൾ പലരെയും കണ്ടു തുടങ്ങിയിട്ട്. കാര്യം നമ്മളൊക്കെ, ഞാൻ ഇവിടെ വഞ്ചൂർ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സ്കൂളൊന്നും അല്ല ഇപ്പോൾ. അന്നാണെങ്കിൽ ഇവിടെ നമുക്ക് കയറാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്കൂളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പാറക്കല്ലുകളും കുന്ന് എന്ന് പറയാം. ഇപ്പൊ ഇന്ന് അതൊക്കെ മാറിയിട്ട് നമ്മൾ ഇപ്പൊ ഇത്രയും നല്ല ഒരു സ്കൂളിൽ വന്ന് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റിയതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അന്നേ ഈ പറയുന്ന കൂട്ടുകാരികളൊക്കെ നിൽക്കുന്ന കൂടെ പഠിക്കുന്നത് കൂട്ടുകാരികളല്ല, പക്ഷെ എന്റെ ഇവിടെ അടുത്തുള്ള സുഹൃത്തുക്കളാണ്. ഒരുപാട് പേര് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഇരട്ട പേരൊക്കെ ഓർമ്മിച്ച് വിളിക്കാനുള്ള കൂടെ പഠിച്ചവരാരും എത്തിയിട്ടില്ല. അന്ന് ഓർമ്മിച്ചവരാരും എത്തിയില്ല. ഓർമ്മയിലുള്ളവര് അവരിങ്ങോട്ട് വന്നില്ല. ഇന്ന് അവരെല്ലാം ജനപ്രതിനിധികൾ, വലിയ വലിയ തിരക്കുകളുള്ളവര് ഇവിടെ തന്നെ ഇല്ല. ഒരുപാട് പേരും ജോലി സംബന്ധമായിട്ടൊക്കെ വെളിയിൽ നിൽക്കുന്നവരാണ്. IPS എടുത്തവരുണ്ട്, വക്കീലന്മാര്, ഡോക്ടർമാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, അങ്ങനെ പലരും കാണാൻ കഴിഞ്ഞു. സന്തോഷം. നമ്മൾ പഠിച്ച 50 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട നമ്മൾ പഠിച്ച സരസ്വതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് എത്താൻ അവസരം ഉണ്ടാക്കി തന്ന ഈ ഹെഡ് മാസ്റ്ററും ഇതുപോലെ വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ, അന്ന് കണക്ക് പഠിക്കാത്തതുകൊണ്ട് നുള്ളി കിഴുക്കി എടുത്ത ടീച്ചർമാർ വരെ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ ആ ടീച്ചറിനെയൊക്കെ കാണാൻ പറ്റിയവരുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് അവരൊക്കെ ഇപ്പോൾ ഈ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അവർ താഴെയുണ്ട്. നമ്മൾ അന്നത്തെ ആ കാലഘട്ടം ഓർമ്മിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ നമ്മൾ പുളിഞ്ചിക്കയും
ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നെല്ലിക്കയും കാരക്കയും ഒക്കെ തിന്നാണ്. അന്ന് നമുക്ക് ഉച്ചഭക്ഷണമൊന്നും ഇല്ല. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉച്ചഭക്ഷണമൊന്നും ഇല്ല. അപ്പോ നമ്മൾ ഉച്ചഭക്ഷണം എന്ന് പറയുന്ന ഉപ്പുമാവൊക്കെ ആയിരുന്നു. ഇന്നത്തെയുള്ള ഈ സദ്യ കണക്കുള്ള ഒരു സമ്പ്രദായം വന്നില്ലായിരുന്നു. ഇപ്പോഴും നമ്മുടെ സർക്കാർ നല്ല രീതിയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചഭക്ഷണ പദ്ധതിയും രാവിലെയുള്ള പ്രാതൽ ആ ഒരു ഭക്ഷണവും നല്ല ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതല്ല, എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ്. എൻ്റെ മക്കൾ 3 പേരും ഇവിടെ പഠിച്ചാണ് 7ാം ക്ലാസ് വരെ പഠിച്ച് 3 പേർക്കും ജോലിയായി സന്തോഷമായിട്ട് പോകുന്നു ആ സ്കൂളിൻ്റെ. കാരണം എൻ്റെ മക്കൾ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ PT MPT ആണ്. 3 പേര് പഠിച്ചിറങ്ങുന്നത് വരെ MPT ആയിരുന്നു. ഈ വികസനത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഒരു MPT ആയിട്ട് ഞാനും ഉണ്ടായിരുന്നു. ചേട്ടാ പറഞ്ഞോ, ചേട്ടാ ഞാൻ അവിടെ പഠിച്ചാണ്. എൻ്റെ മോടൊപ്പം പഠിക്കുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരാണ്. അതെന്നെ ഭയങ്കര ശന്തോഷമാണ്. ഇത്രയും വർഷം ശേഷം ഇവിടെ കാണുന്നത്. അവരെ കണ്ടിട്ട് എന്തൊരു പറയണമെന്ന് അറിയാൻ പറ്റും. കാണുമ്പോൾ തന്നെ കരഞ്ഞു പോവുകയാണ്. അറിയാൻ വയ്യ. അവരെ ഒരു സംസാരം കേട്ടപ്പോൾ ഇന്ന് ടീച്ചർ പാട്ട് പാടിയപ്പോൾ തന്നെ അവിടെ ഇരുന്ന കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അല്ലെ ടീച്ചർമാർന്ന് കാണാൻ പറ്റുമോ? കരാട്ടെ. ഓ ചേട്ടാ ചേട്ടോടെ പഠിച്ചാണോ? ഞാനിവിടെ പഠിക്കുകയല്ലോ, PTA പ്രസിഡന്റ്. ഓ ശരി ശരി, ഓക്കെ ഓക്കെ ചേട്ടാ. ചേട്ടൻ്റെ വാർത്ത നമ്മൾ മുന്നേ ഏറ്റുള്ളതാണ്. ചേട്ടൻ കരാട്ടെ അധ്യാപകനാണ്. 10,000-ഓളം വിദ്യാർത്ഥികളെ നന്മയുടെ പാതയിലേക്ക് നയിക്കുകയും ഈ ലഹരിയുടെയൊക്കെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന, സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രചോദനം ചെയ്യുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ ഇവിടെ ഉണ്ട്. കാണാൻ സാധിച്ചതിൽ ഒരു സന്തോഷമുണ്ട്. ടീച്ചർമാർക്ക് ഇവിടെ അധ്യാപകരാണല്ലേ? അമ്മ ടീച്ചറെ ഇതൊക്കെ അവരെ കാണുമ്പോഴത്തേക്ക് സന്തോഷമല്ലേ? സന്തോഷം പഠിപ്പിച്ചാളാണ്. പിന്നെ അല്ലാതെ നമുക്ക് അമ്മയെന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ടീച്ചർ വിളിക്കാൻ പറ്റൂല. ടീച്ചറെ ഇവിടെ പഠിപ്പിച്ചാണോ? ഇവിടെ പഠിപ്പിച്ച് 1985 മുതൽ 2008 വരെ 21 വർഷം. പാട്ടൊന്നും വേണ്ട. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഒരു പാട്ട് ഇവിടെ പാടി കൊടുക്കും. ടീച്ചറെ എപ്പോഴാണ് റിട്ടയർ ആയത്? ഞാനാ 98-ല്. ഏത് വർഷമാണ് ഇവിടെ ജോയിൻ ചെയ്തത്? 35 വർഷത്തിൽ 32 വർഷവും ഈ വഞ്ചൂർ സ്കൂളിൽ, 3 വർഷം അങ്ങ് പാലക്കാട് ജില്ലയിലായിരുന്നു. അതായത് എത്ര ഇയറാണ് ഓർമ്മയുണ്ട്? ഇയർ 66. എന്റെ ഭഗവാനെ. ടീച്ചർ എന്താ പറയാ, എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാല് ഇപ്പോഴും ആ വിദ്യാർത്ഥികള് അത്രയും നമ്മുടെ ചേട്ടന്മാരൊക്കെ ആ ടീച്ചർ അതേ ബഹുമാനം അതേ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സ്കൂളിൽ സംഗീതം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇല്ല, അന്നുണ്ടായിരുന്നു. നമ്മളെ പാട്ട് ടീച്ചറാണ്. സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടീച്ചറിൽ നിന്നാണ്. ഇനി വയസ്സുകാലത്ത് 82ാമത്തെ വയസ്സാണ്. വയസ്സല്ല അല്ല, ഇനി പാടണമെന്ന് വെച്ചാൽ എങ്ങനെ പറ്റും? എന്നാലും ഒരു പാട്ട് പാടാൻ അന്നേരത്തെ ആ പാട്ട് തന്നെ അത്രയും പൂർത്തിയാക്കിയില്ല. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു. ഒത്തിരി ദൂരം
തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു, നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. അന്തിക്കു ഞങ്ങളാ കായലിഴക്കരെ അമ്പലമുറ്റത്തു പോകും, കളിവള്ളം തുഴയും, കഥകൾ പറയും, കളിവഞ്ചിപ്പാട്ടുകൾ പാടും. മുത്തശ്ശി കഥകളിപ്പാട്ടുകൾ പാടും. കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളം ഉണ്ടായിരുന്നു, പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു. 1974 പാട്ട് പഠിക്കുമ്പോഴത്തേക്ക് എത്ര സൗന്ദര്യ മനോഹരമായ ശബ്ദമാണ്. ഇരട്ടകളൊക്കെ ആയിരുന്നു ടീച്ചറെ. ടീച്ചറിന്റെ കൂടെ ഇരട്ട സൗകര്യം ഉണ്ടായിരുന്നു. ഇത്രയും പ്രായമായ ഇനി എന്നെ കൊണ്ട് പാടാൻ ഇതിൽ കൂടുതൽ പറ്റില്ല. ടീച്ചറുടെ മകനും ഒരു കലാകാരനാണ്. അത് മാത്രമല്ല അമ്മയെ അപ്രീഷിയേറ്റ് കണ്ടോ, അമ്മ ഭയങ്കര സൗന്ദര്യമായിരുന്നു. അല്ലേ ടീച്ചർ അന്ന് നമ്മളെ പാട്ട് പഠിപ്പിച്ചത് ടീച്ചർ ഇന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് പാടി തന്നു. അത് ഭയങ്കര സന്തോഷമായി. അതേ സ്നേഹത്തോടു കൂടി നമ്മളെ ഇപ്പോഴും ടീച്ചർ കാണുന്നു എന്നുള്ളത് വലിയ കാര്യമായി. ഒരുപാട് വയസ്സ് നമുക്ക് കുറഞ്ഞ് ടീച്ചറെ നമ്മളെ ഇപ്പോഴേ വയ്യേ എനിക്ക് 4 ചെറുമക്കളായി. അപ്പോഴും ഞാൻ അയ്യോ എനിക്ക് വയ്യേ, ഞാൻ വയസ്സായി എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കണു ഞാനൊന്നും വയസ്സല്ല, ഞങ്ങള് ചെറുപ്പമായി. പോലും കിട്ടിയില്ല, ഇപ്പോഴേ വയ്യ. അമ്മ സുമതി ടീച്ചറൊക്കെ ഉണ്ട്. അമ്മക്ക് എത്ര വയസ്സായി അമ്മ? 87. അമ്മ എപ്പോഴാണ് റിട്ടയർ ആയത് ഇവിടുന്ന്? 93. എത്ര വർഷം ഇവിടെ ഉണ്ടായിരുന്നു? 20 വർഷം ഉണ്ടായിരുന്നു അല്ലേ? എന്താ പറയാ, വളരെ മനോഹരമായ മുഹൂർത്തങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അത്രയും ടീച്ചർമാരെ ആദരിക്കുക എന്നത് സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. അത്രയും ആൾക്കാരിവിടെ ഉണ്ട്. പിന്നെ 1972 ജോയിനായി, 2000 ഇവിടെ നിന്ന് പോയി. അത്രയും വർഷം പ്രഷർ പേയ്മെന്റ് ആയിരിക്കും ഇവിടെ. അത് കഴിഞ്ഞിട്ട് 1 വർഷം കിളിമാനൂർ ടൗൺ UPS പോയി. അങ്ങനെ അവിടെ നിന്ന് റിട്ടയർഡ് ആയി. അങ്ങനെ ചൊല്ലട്ടാ. ഇത് എൻ്റെ മലയാളം എന്ന് വെച്ചത് മലയാള ഭാഷയെക്കുറിച്ച്. പിന്നെ നവംബർ 1 നമ്മളെ ഭാഷാ ദിനമാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ എഴുതിയ കവിതയാണ്. സഖ്യന്റെ കൈകളാലോലമാട്ടിയും പശ്ചിമയാഴി ചിലങ്കയിട്ടും അലയാകും കയ്യാൽ തലോടിപ്പുണർന്നും അഴകുറ്റൊരമൃതമാം ഭാഷ. തുഞ്ചത്തനുജന്റെ പൈങ്കിളി പെണ്ണിനെ കൊഞ്ചിക്കുഴയിച്ച തേനിൻ ഭാഷ. കുഞ്ചന്റെ തുള്ളലങ്ങാടി രസിപ്പിക്കാൻ തഞ്ചത്തിൽ തീർത്തൊരാ ഹാസ്യഭാഷ. ആരും പറയാതെ അമ്മ എന്നാദ്യമായി നാവിൽ വന്നൂറിയോരമ്മ ഭാഷ. ജന്മമെടുത്തപ്പോൾ കർണങ്ങളിലൂടെ നന്മ വിളമ്പിയ നേരിൻ ഭാഷ. കൊഞ്ചിക്കൊണ്ടമ്മയുടെ നെഞ്ചോടു ചേർന്നങ്ങു കൊഞ്ചം അമ്മിഞ്ഞ ചോദിച്ച ഭാഷ. അച്ഛ എന്നുച്ചത്തിൽ നീട്ടി വിളിച്ചപ്പോൾ ആനന്ദവാർത്തിരമ്പുന്ന ഭാഷ. വർണ്ണങ്ങൾ വാക്കുകൾ വാഴ്ത്താരികയും വർണ്ണിച്ചിടുന്ന വിശുദ്ധ ഭാഷ. വാക്കുകൾ ഒന്നൊന്നായി വാതിൽ തുറക്കുമ്പോൾ വായിക്കുന്ന മോദം വളർത്തും ഭാഷ. കേരള നാട്ടിൻ തറവാട്ടിൻ അമ്മയെ കാത്തു വളർത്തണം മക്കൾ നമ്മൾ. ഏതായാലും ഈ പറയുന്ന സ്മൃതി മധുരം എന്ന മനോഹരമായ ഒരു പകലിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇസ്മായിൽ ഹുസൈന് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഇസ്മായിൽ ഹുസൈന് വേണ്ടി
ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ,